ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പച്ചമുളക് ചെടിയുടെ വളർച്ച ത്വരിതഗതിയിലാക്കാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വളമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. അതുപോലെ തന്നെ എൻ്റെ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്. നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ വീഡിയോ ശരിയായ രീതിയിൽ ഇടാനായിട്ട് സാധിച്ചില്ല. കുറച്ച് ദിവസമായി എനിക്ക് എൻ്റെ മൊബൈൽ ചാർജ് ചെയ്തിട്ടില്ലായിരുന്നു. അതാണ് നമ്മുടെ വീഡിയോ ഒക്കെ ലേറ്റായത്. ഞാൻ കുറച്ച് പച്ചമുളകിൻ്റെ തൈകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പച്ചമുളക് തൈ നടുന്ന വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ പച്ചമുളക് തൈ ഇത്രയും വളർന്നു വന്നിട്ടുണ്ട്, പൂവിടാറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പച്ചമുളക് നിറയെ പൂവിടാനും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ കായകളൊക്കെ ഉണ്ടാകാനായിട്ട് നമുക്ക് വളം ചെയ്ത് കൊടുക്കണം. അത് കണ്ടോ, ഈ പച്ചമുളക് ചെടി പഴയ ഒരു പച്ചമുളക് തൈയാണ്. അതിൽ പൂക്കൾ പിടിച്ചിട്ടുണ്ട്. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പച്ചമുളകിൻ്റെ ചെടികളൊക്കെ നല്ല ഉഷാറായി വരുന്നുണ്ട്. പുതിയ കിളിപ്പുകളൊക്കെ ഉണ്ടായിട്ട് അതിലും പൂക്കളൊക്കെ പിടിച്ച് വരുന്നുണ്ട്. ഇതുപോലെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകുവാനായിട്ട് നമുക്ക് വളം ചെയ്ത് കൊടുക്കണം. പഴയ ചുവടാണേലും അതിന് നമ്മൾ വളം ചെയ്ത് കൊടുത്താൽ മാത്രമേ വീണ്ടും നമ്മുടെ കൊല്ല പൂവിടുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യുകയുള്ളൂ. ഇനി നമുക്കിതിന് വളം ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടോ, ഈ മുളകിൻ്റെ ആണെങ്കിൽ മുളക് നേരെ മുകളിലോട്ടാണ് നിൽക്കുന്നത്. ഇത് കണ്ടോ, ഒരു വെറൈറ്റി മുളകാണ്. അതുപോലെ തന്നെ അടുത്ത മുളക് തൈ നിൽക്കുന്നുണ്ടോ, ഈ മുളക് തൈയും മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുതിയ ബ്രാഞ്ചസൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. നമ്മൾ എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് നമ്മുടെ പച്ചക്കറി ചെടികളൊക്കെ നല്ല തഴപ്പിലൊക്കെ ഒന്ന് കിളിർത്ത് വരും. അത് കണ്ടോ, ഇനി നമുക്ക് വളം കൊടുക്കാം. ഇതാണ് വളം കൊടുക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ പച്ചച്ചാണകം പുളിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. ഞാനിതിപ്പോഴും ഓൾറെഡി ഒരു ബക്കറ്റിൽ പച്ചച്ചാണകവും ചീമക്കൊന്നയുടെ ഇലയും കൂടെ ഇട്ട് വെള്ളം ഒഴിച്ച് വയ്ക്കാറുണ്ട്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇതെടുത്ത് നേർപ്പിച്ച് നമ്മുടെ പച്ചക്കറി ചെടികളിലെയൊക്കെ ചുവട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇത് പച്ചച്ചാണകം ഒരു കപ്പ് എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് നേർപ്പിച്ച് കൊടുക്കണം. ഇത് ഞാൻ എടുത്തതാണ്. ഒരു കപ്പ് എടുത്തിട്ട് നന്നായിട്ട് നേർപ്പിച്ചെടുത്തിരിക്കുന്നതാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടുതൽ കട്ടിക്ക് ഒഴിച്ചു കൊടുക്കണ്ട, നന്നായിട്ട് നേർപ്പിച്ചങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അത് മാത്രമല്ല, നന്നായിട്ട് തഴച്ച് വളരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്പൂണ് സ്യൂഡോമോണസും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാ സ്യൂഡോമോണസ് ഇടുവാണേ. ഇതുപോലെ തന്നെ നമുക്ക് ഒരു അടപ്പ് ഫിഷ് അമിനോ ആസിഡും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതാ ഫിഷ് അമിനോ ആസിഡ് നമുക്ക് ഒരു അടപ്പ് ഒഴിച്ചു കൊടുക്കാം. ഫിഷ് അമിനോ ആസിഡൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ ഞാൻ കൃഷിഭവനിൽ നിന്നും വാങ്ങിച്ചതാണ്. അല്ലാതെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നതും ഉണ്ട്. ഫിഷ് അമിനോ ആസിഡൊക്കെ നമ്മൾ ഇതുപോലെ ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആഴ്ചയിലൊരിക്കലൊക്കെ നമ്മുടെ പച്ചക്കറി ചെടികൾക്ക് അത് വളമായിട്ടൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. സ്പ്രേ ചെയ്ത് കൊടുക്കണം. സ്പ്രേ ചെയ്ത് കൊടുത്താലും നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ പച്ചമുളകിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി പച്ചച്ചാണകം പുളിപ്പിച്ച് ഒഴിക്കാൻ പച്ചച്ചാണകം ഇല്ലാത്തവരാണെങ്കിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം. ചാണകപ്പൊടിയോ ആട്ടിൻ കാഷ്ടമോ കോഴിവളമോ എന്ത് വേണമെങ്കിലും നമ്മുടെ കയ്യിലുള്ള വളം നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ സ്ലറി രൂപത്തിൽ ചെടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ വേര് ആഗിരണം ചെയ്തെടുക്കുകയും നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ ദ്രാവക രൂപത്തിൽ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പച്ചമുളകൊക്കെ കൃഷി ഇല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങളും ഒന്നോ രണ്ടോ ചൂടൊക്കെ നമ്മുടെ വീട്ടിൽ ഒന്ന് നട്ടു കൊടുക്കണം. അങ്ങനെയൊക്കെ നട്ടു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പച്ചമുളകൊന്നും വെളിയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമേയില്ല. ഞാൻ പച്ചമുളകൊന്നും വാങ്ങിക്കാറേ ഇല്ല. ഞാൻ കൃഷി ചെയ്തെടുക്കുന്ന മുളക് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പം ഒരു ചുവട് പോകുന്നതിന് മുമ്പ് നമ്മൾ അടുത്ത ചുവട് നട്ട് കൊടുക്കണം. അതാകുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വിളവ് കിട്ടിക്കൊണ്ടുമിരിക്കും.
ഈ വളമൊക്കെ നമുക്ക് ഈസിയായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ഇതുപോലെയുള്ള ജൈവ സ്ലറി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മുടെ പച്ചക്കറി ചെടികൾക്ക് ആഴ്ചയിലൊരിക്കൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.